കേരളത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ സിംഹഭാഗം ജലവൈദ്യുത നിലയിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്നതാണ്. ഇടുക്കി ഡാം ഉൾപ്പെടെ പ്രധാനപ്പെട്ട വിവിധ അണക്കെട്ടുകളിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിക്കുന്നത്. ടർബൈനുകളും ജനറേറ്ററുകളും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിക്കുന്നത്. ജലത്തിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ കെട്ടി നിൽക്കുന്ന ജലത്തിന്റെ ശക്തി ടർബൈനിലുള്ള സ്പിൻ റോട്ടറിലേക്ക് ചലിപ്പിക്കുന്നു. ഈ ടർബൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ജനറേറ്ററിലേക്കാണ്. അങ്ങനെ വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ട്രാൻസ്ഫോർമറുകൾ ഇലക്ട്രിസിറ്റിയായി സപ്ലൈ ചെയ്യാനായി പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനാണ് ഉള്ളത്. ഒന്ന് ഡാമുകളിലുള്ള സംവിധാനങ്ങൾ, മറ്റൊന്ന് സ്വാഭാവികമായി നദി ഒഴുകുമ്പോൾ നദിയിലെ ജലം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ട് അവിടെ ജനറേറ്ററുകൾ സ്ഥാപിച്ച് ഉൽപ്പാദിക്കുന്നു. ഡാമുകളിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഒരു മിനിയേച്ചറാണ് ഈ വർക്കിംഗ് മോഡൽ. ഈ വർക്കിംഗ് മോഡലിനായി ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾ: DC മോട്ടോർ 12 വാട്ടിന്റെ ജനറേറ്ററായി ഉപയോഗിച്ചിരിക്കുന്നു. ഇതിനോട് കണക്ട് ചെയ്ത് ബെൽറ്റ് ഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാട്ടർ ടർബൈൻ സെറ്റ് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത് സൈക്ലിനുമാണ്. 8 ലീഫ് ഇതിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഊർജ്ജമാറ്റം കൃത്യമായി മനസ്സിലാക്കുന്നതിനായി ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് ജലം ടർബൈനിലേക്ക് എത്തുന്നത്. ഈ സംവിധാനത്തിനായി വാട്ടർ ടാങ്കിൽ നിന്ന് PVC പൈപ്പ് കണക്ട് ചെയ്ത് വാൽവ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ടാങ്കിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. ഈ വെള്ളത്തിന് ഒരു ഊർജ്ജമുണ്ട്, സ്ഥിതികോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഈ വെള്ളം ഒരു PVC പൈപ്പ് വഴി ടർബൈനിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു. അതായത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു. വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് യാന്ത്രികോർജ്ജം അഥവാ മെക്കാനിക്കൽ എനർജി രൂപപ്പെടുന്നു. ടർബൈനിൽ രൂപപ്പെടുന്ന യാന്ത്രികോർജ്ജത്തെ ബെൽറ്റ് വഴി ജനറേറ്ററിലേക്ക് എത്തിക്കുന്നു. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജം അഥവാ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്നു. അങ്ങനെ വൈദ്യുതോർജ്ജം ലൈറ്റ് എനർജി അഥവാ പ്രകാശോർജ്ജമാകുന്നു. ജലവൈദ്യുത നിലയത്തിന്റെ പ്രയോജനങ്ങൾ: ഊർജ്ജം സംഭരിക്കുന്ന ജലം വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നതിനാൽ ഇന്ധനം ആവശ്യമില്ല. വളരെ കുറവ് റണ്ണിംഗ് ചാർജുകൾ, കുറവ് അറ്റകുറ്റപ്പണികൾ, കൂടുതൽ ആയുസ്. ജലസേചനം പോലെയുള്ള ആവശ്യങ്ങൾക്ക് സേവനം നൽകുന്നു. വൈദ്യുതി ഉൽപ്പാദനത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ്. കേബിളുകൾ ഉപയോഗിച്ച് വൈദ്യുതി വളരെ ദൂരത്തേക്ക് കൈമാറാൻ കഴിയും. കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത നിലയങ്ങളാണ് പള്ളിവാസൽ, ചെങ്കുളം, ഇടുക്കി, കുത്തുങ്കൽ, കുറ്റിയാടി, ഷോളയാർ. ഞങ്ങളിത് പ്രവർത്തിച്ച് കാണിക്കാം.